അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പം കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതും സ്ട്രോബെറി ഒരു ഷേക്ക് ഉണ്ടാക്കുന്നതും പിന്നെ ഇവിടെ അടുത്തുള്ളൊരു പള്ളിയുണ്ട്. അപ്പോൾ വെഞ്ചിരിപ്പ് കഴിഞ്ഞിട്ട് ഒരു മാസമായുള്ളൂ. ആ പള്ളിയിലൊന്ന് പോകണം. ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വീഡിയോ ആണ്. അപ്പം എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കട്ട്ലറ്റിന് വേണ്ട എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് കണ്ടോ, ഇത് നമ്മുടെ ചിക്കൻ പുഴുങ്ങി നമ്മളിതിനെ പൊടിച്ചു വെക്കത്തില്ലേ, അപ്പം അതാണ്. ഇതൊരു 100 ഗ്രാം 150 ഗ്രാമൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇച്ചിരി എടുത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്, പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചത്, പിന്നെ എന്താ ബ്രെഡ്, നമ്മളൊന്ന് ബ്രെഡ് ക്രംസ് ഇല്ലേ നമ്മുടെ, അത് ഞാൻ കുറെ മുമ്പ് ചെയ്തു വെച്ചാണ് അത്. പിന്നെ നമ്മുടെ എഗ്ഗ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് എഗ്ഗ്, ഇനിയിപ്പോൾ വെജ് തന്നെയാണെങ്കിൽ നമുക്ക് കോൺഫ്ലവർ കലക്കി വെച്ചാലും മതി എഗ്ഗിന് പകരം. അപ്പോൾ ഇത്രയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചിക്കൻ കട്ട്ലറ്റിന് വേണ്ട സാധനങ്ങൾ. അപ്പൊ നമുക്ക് നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയും എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ഗരം മസാലയും ഒരു നുള്ള് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. കുരുമുളക് പൊടി ഇട്ടിട്ടാണ് നമ്മൾ ചിക്കൻ വേവിച്ചെടുത്തത്. അപ്പോൾ ഒരു ശകലം മതി കേട്ടോ. ഓൾറെഡി നമ്മൾ പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നല്ല എരിവായിരിക്കും. അപ്പോൾ എരിവ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അധികം എരിവിടണ്ട. കടിക്കുമ്പോൾ ഇങ്ങനെ എരിവ് മുളകൊക്കെ കിട്ടൂലേ, അപ്പം ഭയങ്കര എരിവായിരിക്കും. അപ്പം നമ്മളത് നോക്കിയിട്ട് ഇട്ടാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒരു സവോള, 2 പച്ചമുളക്, ഒരു 150 ഗ്രാം ചിക്കൻ, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഒരു ചെറിയ 2 ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചത്, പിന്നെ ഒരു ശകലം ബ്രെഡ് ഗ്രാംസ്, അതും ഒരു 200 ഗ്രാം വരും. പിന്നെ 2 കോഴിമുട്ട എടുത്തിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഉള്ളിയും പച്ചമുളകും എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്നും അങ്ങ് വഴന്നു വരുമൊന്നും വേണ്ട. ഇത് ഒന്നും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ. ഏകദേശം ഇതൊന്ന് വഴന്നു വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിച്ച് വെച്ച ചിക്കനും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ശകലം നമ്മുടെ ഗരം മസാലയും കുരുമുളക് പൊടിയും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ഇട്ട് വേവിച്ചതാണ്. ഉരുളക്കിഴങ്ങിനാണെങ്കിലും ചിക്കൻ ആണെങ്കിലും നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചെടുത്തത്. അപ്പൊ നമ്മൾ ഉപ്പ് നോക്കിയിട്ട് മാത്രമേ ഇടാവുള്ളൂ. ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിനകത്തോട്ട് ഞാൻ ശകലം ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. ഒരു എന്താന്ന് വെച്ചാൽ ഒന്നൊരു ടൈറ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഈ ബ്രെഡ്. ഇത് നമ്മുടെ ഇത് കുഴച്ചെടുക്കുമ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ ഒരു ടൈറ്റ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഇന്ന് നമ്മൾ ചെയ്തിട്ട് ഇന്ന് തന്നെ വറുത്തെടുക്കണമെന്നില്ല. ഇത് 2 ദിവസം മുമ്പ് ചെയ്ത് നമ്മൾ ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ, നന്നായിട്ട് അടച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രം എടുത്ത് വറുത്തെടുത്താൽ മതി. ഇപ്പം ചെയ്തപാടെ ചെയ്യണമെന്നില്ല. ഇപ്പം നമുക്ക് അർജന്റൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നാലും കുറച്ച് നേരം വെക്കുവാണെന്നുണ്ടെങ്കിൽ നല്ല ഇതായിരിക്കും കട്ട്ലറ്റ്, കേടൊന്നും ആവത്തില്ല. നമുക്കിപ്പോൾ അങ്ങനെയും ചെയ്ത് വെക്കാം. സമയമുള്ളപ്പം ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നമ്മൾ ഫ്രീസറിൽ എടുത്ത് വെക്കുവാണെങ്കിൽ വറക്കുന്നതിൻ്റെ 1 മണിക്കൂർ മുമ്പ് നമ്മളെടുത്തൊന്ന് പുറത്ത് വെച്ചാൽ മതി. ഇതുണ്ടോ. അപ്പം നമ്മുടെ ഇതെല്ലാം മിക്സായി. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ ആക്കി എടുക്കാം. അപ്പം ഞാൻ നമ്മുടെ കട്ട്ലറ്റ് ഉണ്ടോ ഇങ്ങനെ ഉരുട്ടി എടുത്തിട്ട് നമ്മൾക്ക് ഈ ഷേപ്പിലാണ് കേട്ടോ പരത്തി വെക്കുന്നത്. നമ്മളൊരു റൗണ്ടായിട്ടാണ് പരത്തി എടുക്കുന്നത്. നല്ല ചൂടുണ്ട്, ഇച്ചിരി ചൂടുള്ളതുകൊണ്ടാണ് മെല്ലെ ചെയ്യുന്നത്. കണ്ടോ. ഇതിങ്ങനെ നമ്മളൊന്ന് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, ഒരു ബോൾ പോലെ ആക്കിയിട്ട്. ഏത് ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമ്മുടെ അതുണ്ടെങ്കിൽ അതിനകത്ത് വെച്ച് ചെയ്യാം. എങ്ങനെ ചെയ്താലും കഴിക്കാൻ ഒരേ ടേസ്റ്റ് അല്ലേ. മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഹാർട്ട് ഷേപ്പ്. അത് മടിയായിട്ട്, കാരണം നമ്മൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഈ കട്ട്ലറ്റിന് ഒരേ ടേസ്റ്റാണ്. ഇപ്പം ഡിസൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. കുഞ്ഞുങ്ങളെയൊക്കെ പറ്റിക്കാനൊക്കെ, കഴിക്കാൻ കുഞ്ഞുങ്ങൾക്ക് വേറൊരു ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമല്ലേ കഴിക്കാൻ. അപ്പം നമുക്ക് ഇങ്ങനെ തന്നെ പരത്തിയെടുക്കാം. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കട്ട്ലറ്റ് ഇങ്ങനെ തന്നെയല്ലേ. കട്ട്ലറ്റിന്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. വേറെ ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് വെക്കാനേ ഉള്ളൂ. അപ്പം മൊത്തം ഒന്ന് പരത്തിയിട്ട് കാണിക്കാം. അപ്പം നമ്മുടെ കട്ട്ലറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ നമ്മുടെ മുട്ടയില്ലേ ഇതിനകത്തൊന്ന് മുക്കിയിട്ട് നമുക്ക് നമ്മുടെ ബ്രെഡ് ക്രംസിലൊന്ന് പൊതിഞ്ഞെടുക്കാം. സ്പൂണും കൊണ്ടൊന്നും ചെയ്താൽ അത്ര ഇതാവുള്ളൂ.
അതുകൊണ്ടാണ് ഞാൻ സ്പൂണും കൊണ്ട് ചെയ്യാത്ത കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്കിങ്ങനെ പൊതിഞ്ഞെടുക്കാം. അപ്പോൾ ഒരെണ്ണം പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡ് ക്രംസിലൊക്കെ ഇട്ടിട്ട്. ഇനി നമുക്കെല്ലാം അതേപോലെ ഒന്ന് വേഗം ചെയ്തെടുക്കാം. കട്ട്ലറ്റ് ഒക്കെ പരത്തി കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെക്കാൻ പോവാം കേട്ടോ, സെറ്റ് ആവാൻ വേണ്ടിയിട്ട്. അടുത്ത നമ്മുടെ ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കട്ടപ്പാല് അധികം കട്ടയില്ല കേട്ടോ. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് അധികം കട്ടയാക്കുന്നില്ല, ഒരു മീഡിയമായിട്ട് കട്ടയാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നല്ല കട്ടയിലാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പം ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ടുണ്ട്. പിന്നെ പഞ്ചസാര, പിന്നെ നമ്മുടെ സ്ട്രോബെറി, ഇത്രയാണ് നമ്മുടെ സ്ട്രോബെറി ഷേക്കിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ പാലൊന്ന് ഈ പാത്രത്തിലോട്ട് പൊട്ടിച്ചിടാം. ഇത്രയും കട്ടയായിട്ടുള്ളൂ കേട്ടോ, വലിയ കട്ടയാക്കിയിട്ടില്ല. തൊണ്ടവേദനയൊക്കെ എടുക്കും. ഇപ്പം കുറേ നാളായിട്ട് കുടിക്കാതെ പെട്ടെന്ന് കുടിക്കുമ്പോഴേ ഇതുണ്ടോ, ഞങ്ങളെ ജ്യൂസ് കടയിൽ നമ്മൾ നല്ല കട്ടയായിട്ടാട്ടോ, പാല് പൊട്ടിക്കാൻ പോലും പറ്റാത്ത പോലെ കട്ടയായിട്ടാണ് ഷേക്കൊക്കെ അടിച്ചു കൊടുക്കുന്നത്. ഇതുണ്ടോ, ഇപ്പോൾ ഞാൻ കുടിക്കുന്നില്ല, ചേട്ടായിക്കും ആൽഫയ്ക്കും കൂടി വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഈ ചെറുതായിട്ടൊരു തൊണ്ടവേദനയുണ്ട്, 2 ദിവസമായിട്ട് ഈ തണുപ്പത്തൊക്കെ പോയിട്ടാന്ന് തോന്നുന്നു. അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. സ്ട്രോബെറി ഇട്ടു, പാലും ഇട്ടു. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് അടിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം ഇപ്പം വെള്ളം പോലെ പാലിട്ടാൽ നമ്മൾ സ്ട്രോബെറി അടിഞ്ഞു കിട്ടൂല. അപ്പം ആദ്യം കുറച്ച് കട്ടപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പാൽ ഒഴിച്ചെടുക്കാം. അപ്പം നമ്മുടെ സ്ട്രോബെറി ഷേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, കട്ടപ്പാല് നന്നായിട്ട് അടിക്കണം, നല്ല തിക്കായിട്ട് ഐസ്ക്രീം പോലെ വരും. ഇപ്പം തണുപ്പൊക്കെ ആയതുകൊണ്ടാണ് അധികവും കട്ടയായിട്ട് അടിച്ചെടുക്കാത്ത കേട്ടോ. അപ്പം നിങ്ങൾ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊരു പാക്കറ്റ് വെച്ചിട്ട് നല്ല ഐസായി കഴിയുമ്പം അതെടുത്ത് അടിക്കുവാണെങ്കിൽ നല്ല നമ്മുടെ ഐസ്ക്രീം ഇല്ലേ, സ്ട്രോബെറി ഐസ്ക്രീം കഴിക്കുന്ന പോലെ നമുക്ക് കഴിക്കാം. ഇപ്പം സ്ട്രോ ഇല്ല ഞങ്ങളുടെ കയ്യിൽ. സ്ട്രോ പ്ലാസ്റ്റിക് ഇവിടെ നിരോധനം. അപ്പം പേപ്പർ സ്ട്രോ ഇവിടെ ഒന്നും കിട്ടാനുമില്ല. അതുകൊണ്ട് സ്ട്രോ ഇല്ലാതെ ഇപ്പം ജ്യൂസ് കുടിക്കണ്ടേ. പിന്നെ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആവുന്നുണ്ട്. ഇപ്പോൾ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കട്ട്ലറ്റ് ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കട്ട്ലറ്റിൻ്റെ എണ്ണ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ കട്ട്ലറ്റൊക്കെ ഇവിടെ വറുത്ത് കോരി അടിച്ചിട്ടുണ്ട്. നല്ല ചൂട് ചിക്കൻ കട്ട്ലറ്റും നമ്മൾ സ്ട്രോബെറി ഷേക്കും, തണുത്ത സ്ട്രോബെറി ഷേക്കും, ചൂട് കട്ട്ലറ്റും തണുത്ത സ്ട്രോബെറി ഷേക്കും. ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ കുട്ടി വ്ലോഗ്. പിന്നെ പള്ളിയും കൂടെ ഇടുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് പള്ളിയുടെ ഇതാണ്ട് അത് ഞാനൊന്ന് മുറിച്ച് കാണിക്കാവേ. ഇതാണ്ട നല്ല ചൂടാണ്. ചിക്കനൊക്കെ ആൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, കട്ട്ലറ്റും സ്ട്രോബെറി ഷേക്കും. അപ്പം ഇത് ഞാൻ സ്ട്രോബെറി ഷേക്ക് കഴിക്കുന്നില്ല, കാരണം എന്താ, ഈ 2 ദിവസമായിട്ട് മഞ്ഞത്ത് പോക്കും വരവൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ സെപ്റ്റർ ഇട്ടിട്ടില്ലായിരുന്നു, ഇവരൊക്കെ ഇട്ടായിരുന്നു. അപ്പം എനിക്ക് തണുപ്പടിച്ചിട്ട് ചെറുതായിട്ടൊരു തൊണ്ടവേദന ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. അപ്പം ഞാൻ കഴിക്കുന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറി ഷേക്ക്. അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ച് നോക്കാൻ പോവാണ്. ചിക്കൻ കട്ട്ലറ്റ് കഴിക്കട്ടെ. ചെരുവുണ്ട്. അയ്യോ, അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കട്ട്ലറ്റ് കഴിക്കാൻ പോകണം. കറക്റ്റ് മുളകാ. ഇങ്ങനെയുണ്ട്. അല്ല, അപ്പം ചേട്ടായിക്കുള്ള ഷേക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണം. അധികം തണുപ്പ് ചേട്ടായിക്കും ഇഷ്ടമില്ല. അപ്പം ചേട്ടായി വരുമ്പോൾ കൊടുക്കാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടുന്ന് കഴിക്കാൻ പോവാം അല്ലേ. ഇനി നമുക്ക് പള്ളിയിലും. ഇതാണ് ഞങ്ങൾ പറഞ്ഞ പള്ളി. ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ, ഒരു ഗ്രോട്ടോയാണ് മാതാവിൻ്റെ. ഉണ്ടോ, 2 ഗ്രോട്ടോ ഉണ്ടല്ലേ, 2 മാതാവായിട്ട്. കുറച്ച് വെയിലുണ്ടായിരുന്നു, പകലല്ലേ പോയത്. ടീച്ചറും ഉണ്ട്. ഇതാണ് പള്ളിയുടെ മുൻവശം. കണ്ടോ, ക്രൈസ്റ്റ് കിങ് ആണ് പള്ളിയുടെ പേര്. കണ്ടോ, ഇപ്പം ഇത് കഴിഞ്ഞ മാസം 22-നായിരുന്നു കേട്ടോ വെഞ്ചിരിപ്പ് കഴിഞ്ഞത്. നവംബർ 22 അല്ലേ. ഒരു മാസം ആവുന്നു, 1 മാസം കഴിഞ്ഞു. പിന്നെ ഒരു പുൽക്കൂടൊക്കെ ഉണ്ട്. പുൽക്കൂട് പകലായതുകൊണ്ട് അധികം നമുക്ക് അത്ര ഇതുണ്ടാവില്ലല്ലോ, ലൈറ്റൊക്കെ ഉണ്ടെങ്കിലല്ലേ പുൽക്കൂടിന്റെ ഭംഗി നമുക്ക് മനസ്സിലാവും. പകല് പോയതുകൊണ്ട് ഇതുണ്ട്. ഇതാണ് പുൽക്കൂട്. ട്രീ കണ്ടോ, ലൈറ്റാണ്, നല്ല ഭംഗി ഉണ്ടാവും രാത്രി ഇതൊക്കെ എടുക്കണം. ഞങ്ങൾ പകല് പോയത് കൊണ്ടാണ്
രാത്രി എന്തായാലും അതിൻ്റെ ലൈറ്റും വെട്ടവും സ്റ്റാറൊക്കെ കത്തിയിരിക്കുന്നതും വെള്ളം ഒഴുകുന്നൊക്കെ രാത്രിയല്ലേ. പകൽ എത്രയെന്ന് പറഞ്ഞാലും അത്ര ഭംഗി നമുക്ക് കാണത്തില്ല. പള്ളിയിലെ ആദ്യത്തെ പുൽക്കൂട്, പുതിയ പള്ളിയിലെ. ഇത് ഹുളഹള്ളിയിലല്ലേ? ഹുളഹള്ളി. അത് ക്രൈസ്റ്റ് അക്കാദമി സ്കൂളിൻ്റെ പള്ളി തൊട്ടടുത്ത് തന്നെ. കണ്ടോ? ഇവിടെയൊക്കെ വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നു, പക്ഷെ ഇപ്പൊ അത് നിർത്തിയിട്ടു. അതിന്റെ മുമ്പിൽ ഒരു സ്റ്റാർ ഉണ്ട്. ഇതാണ് ഇവിടുത്തെ പുൽക്കൂട്. അപ്പൊ ഇവിടെ ഒരു കുഞ്ഞു കിണറൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ. പുൽക്കൂടിന് ചുറ്റി ഓരോന്ന് ഉണ്ടാക്കി വെച്ചേക്കുന്നൊക്കെ കാണാം. ഇതാണ് പുൽക്കൂട് ഈ പള്ളിയിലത്തെ. പിന്നെ ഇത് സൈഡാന്ന് തോന്നുന്നു, പള്ളിയുടെ സൈഡ് വശം. നമ്മള് ഇത് ഫ്രണ്ട് വശം. എന്നിട്ട് ഞങ്ങളൊന്ന് അവിടുത്തെ കൈക്കാരനാന്ന് തോന്നുന്നു, നമുക്ക് പള്ളി തുറന്നു തന്നായിരുന്നു. കാണാൻ വേണ്ടി കുറേ ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം വെഞ്ചിരിപ്പെല്ലാം കഴിഞ്ഞാലേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇതുണ്ടോ, പള്ളിക്കകമാണിത്. കണ്ടോ? 2-3 പേരും ഉണ്ടായിരുന്നു. അല്ലാണ്ട് ആൾക്കാരിങ്ങനെ കാണാൻ വരുന്നുണ്ടായിരുന്നു. ഞങ്ങള് 3 പേരും ഫ്രണ്ടിൽ നിൽക്കുകയാണ്. പപ്പയാണ് വീഡിയോ എടുക്കുന്നത്. ഞാനും ടീച്ചറും ആൽഫയും കൂടി കണ്ടോ. ഞങ്ങൾ ഉണ്ണീഷോയൊക്കെ വെച്ചിട്ടുണ്ട് അകത്ത്. ഉണ്ണീഷോ ഒരു ഇതല്ലേ, അല്ല നടുക്ക് തന്നെ ആയിട്ടല്ലേ. ഞങ്ങൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങുവാണ്. ഇനി ബാക്കി നമുക്ക് ഒന്ന് മ്യൂസിക് ഇട്ട് വിടാം.